ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പില ബീഫ്. എന്തോ 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 ഓ വാ മക്കളെ, ഞാൻ അങ്ങോട്ട് മാറിത്തരാം. ഓ സൂപ്പർ. എന്നാ അമ്മായിക്ക് ഇനിയുള്ള പണി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുത്തോ? ആ ശരി ശരി, എന്തോ ഒരു ആലോചന. ഞാൻ പോട്ടെ. ഇനി വേറെ വല്ലതും. ആ ഈ ദൈവമേ, ഇവളി ഇനി അടുത്ത പണി എന്തായിരിക്കും തരാൻ പോണേ, അതല്ലേ ആലോചിച്ചത് അല്ലേ? അത് തന്നെ ആലോചിച്ചത്. ഭയങ്കര ചുമപ്പ് കളറല്ലേ അമ്മായി? ഇഷ്ടപ്പെട്ടാ? ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. ഇത് ഇന്നോത്ത് വെക്കണേ എന്തിനാ? ഇതവിടെ വെക്കണ്ടേ? കുറച്ച് മുറ്റനാണോ? മുറ്റനാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നണം അല്ലേ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഞാനാണ് വെട്ടിയെങ്കിൽ എനിക്കറിയായിരുന്നു. മാള് വന്നിട്ട് പോരെ അമ്മായി? ചിരിക്കാൻ ആളില്ല അമ്മായി. അയ്യോ, അവള് അഡ്മിഷനും ഒക്കെ എടുത്ത്. ഞാൻ പോട്ടെ. ആ റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ. കൈ 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 സൂക്ഷിച്ചോ. ഡാൻസ് ഒക്കെ കൊള്ളാം. ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത്ര ഇടുവോ? യെസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പില ബീഫ്. കറിവേപ്പില ബീഫ്. വേറെ മുളകൊന്നും വേണ്ട. പച്ചമുളക് ഇടും എരിവിന്. ഇപ്പൊ കുരുമുളക് ഇത്തിരി ഇട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാളൂനൊരു ഡൗട്ട് അടിക്കുവേ. കാരണം വെച്ചാ ഇതിനു മുന്നേ ഇവക്ക് ഞാൻ കറിവേപ്പില മട്ടൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതന്ന് നമുക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ബീഫിൽ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അന്ന് അവള് നല്ല ചെറുതാവും, ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. പീക്കിരിയായിരുന്നു. ഇച്ചിരി നീങ്ങി തരുമോ? മതി മതി മതി. ഇറച്ചിടുന്നതിന് മുന്നേ ഉപ്പ് നോക്കിയേക്കാം. ഇങ്ങനെ ഇട്ടാ മതിയാ? ആ മതി മതി, അങ്ങനെ ഇട്ടാ മതി. വേദനിച്ചില്ല. മതി. എത്ര മതിയാ പച്ചമുളക്? ആ കുരുമുളക് ഉണ്ട്. അമ്മായി ഒരു കാര്യം ചെയ്യോ?
ഈ വലിയ മൂടി എടുത്തോണ്ട് വരുമോ? ഇതിന്റെ വലുതാ. ആ, ഇത് അടയ്ക്കാൻ പറ്റിയത്. കുറച്ചുകൂടെ ഇട്ട. ഇനി വേണോ? ഇത് നമുക്ക് ബീഫിനേക്കാളും നമ്മുടെ വായിലോട്ട് പോകുമ്പോൾ ബീഫിനേക്കാളും കൂടുതൽ പോകുന്നത് കറിവേപ്പിലായിരിക്കും. അതാണ് കറിവേപ്പില ബീഫ്. വിറ്റാമിൻ എയും ഈ ഒക്കെ പോട്ട് ആ, എല്ലാം കൂടി കറിക്കോട്ടെ. നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കണം? അത് തന്നെ. ഒന്നില്ലെങ്കിൽ അമ്മായിക്ക് മുടിയെങ്കിലും വളരൂലേ? അല്ലേ? ആ, അത്രയും ഇപ്പൊ പൊഴിഞ്ഞോണ്ടിരിക്കാണ് മരുന്നിന്റെ ചൂട്. അതൊക്കെ നമുക്കിപ്പോ സെറ്റാക്കി തരാം. ഈ ഒരു ദിവസം മാത്രമല്ലേ ഈ കറിവേപ്പില ഇട്ട് അത് ഒരു ദിവസം മാത്രം. അല്ല, ഡെയിലി ഉണ്ടാക്കിയാലല്ലേ മുടി വളരുള്ളൂ. ഡെയിലി നമുക്ക് ഇതൊക്കെ ഉണ്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോയി. ആ, അടച്ചോ. നമുക്ക് സ്നാക്സ് കഴിക്കാൻ പോയാലോ? വാ. ഇതെന്താ അമ്മായി പറ? പപ്പട വട അല്ലേ? പപ്പട വട ആണോന്ന് അറിയത്തില്ല. ഇനി ചിലപ്പോ അതേ ടേസ്റ്റ് ആണ്. ഇനി കൊറേ കുത്ത കരിപ്പ് പോലെയൊക്കെ ഇരിക്കും. അല്ല അല്ലേ? അല്ല, പപ്പട വട ഒരു പ്രത്യേക ടേസ്റ്റാ. അതില് കായം മുളക് എല്ലാം ഉണ്ട്. ഇതില് എള്ളുണ്ട്. കൊള്ളാം. എന്നാ പപ്പട വടയുടെ അത്ര ടേസ്റ്റും ഇല്ല. അതൊക്കെ പഴയ ഓർമ്മകളല്ലേ അമ്മായി? അതെ. പണ്ടൊക്കെ ഈ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സൈഡിൽ ചായ കെറ്റിലും വെച്ച് ചുക്ക് കാപ്പിയും വെച്ച് പപ്പടവടയും വെക്കും. എന്തൊരു ടേസ്റ്റാ. ഇപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊടുത്ത് അവര് കഴിക്കുമോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് കോള ഐറ്റംസ് അല്ലേ? അസുഖം ഉണ്ടാക്കാനുള്ള ഭക്ഷണങ്ങളാണ് അവര് കഴിക്കണം. ചായക്ക് നല്ല ചൂടുണ്ടേ, പിന്നെ അടിപൊളി. ചെറിയൊരു എരിവ് തൊണ്ടയിൽ ചെല്ലുമ്പോ ആ ചൂട് ചായ, അയ്യോ എന്തൊരു ടേസ്റ്റാ. ഇടയ്ക്കൊരു എള്ളു കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് എള്ളു കിട്ടല്ല. ഇതിലുണ്ട്. ഞാൻ അങ്ങനെ എള്ളിരുന്നതാണ് അവിടുന്ന് മുറിച്ചെടുത്ത. ആണാ? ബുദ്ധിമതി. പിന്നല്ല അമ്മേ, ചില പലഹാരങ്ങൾ കിട്ടുമ്പോ ഇടയ്ക്ക് ഒരു ജീരകം കടിക്കൂലേ? അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ? എനിക്കത് ഇഷ്ടം. കളിയോടൊക്കെ ഉണ്ടാക്കുമല്ലോ. കളിയോടൊക്കെ ചെറിയ ഇങ്ങനെ ഉരുട്ടിയിട്ടിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണില്ലേ? അതില് ജീരകം, തേങ്ങ അതൊക്കെ ചേർത്തിട്ട്. ജീരകം നല്ല എരിവുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും വളയൊന്നും ഇടാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കയറാൻ പറ്റില്ല. കുറച്ച് വലുത് തന്നെ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ വേദന. ഇതെന്താ ഇവിടെ ഒരു കറുത്തപാട്? അത് പൊള്ളിയത്. അടങ്ങിയിരിക്കാൻ വയ്യ. പാല് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ തന്നെ അതിന്റെ അപ്പുറത്തിരുന്ന് ഒരു പാത്രം എടുക്കാൻ പോയി. മിടുക്കി. അങ്ങനെ തന്നെ വേണം. ഇതിൽ കൊണ്ടപ്പോഴാണ് ഞാൻ വിചാരിക്കല്ലേ, ഓ ഞാൻ എന്തൊരു മണ്ട് മടയും. ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, എന്നിട്ട് കുറെ മുമ്പ് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇടയ്ക്ക് വിചാരിച്ച് പിന്നെ അതൊക്കെ പോയി ബുദ്ധി വന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. വന്നില്ലായിരുന്നു. വന്നില്ലെന്ന്.
നല്ല ഭംഗിയില്ലേ? ഓ എന്തോ ഭാഗ്യം, തീ നന്നായി കത്തണം. ഇത് നല്ല ഉണങ്ങിയ വിറക്. അത് കാറ്റും കുറവ്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം ഉള്ളി ഇടാം. അല്ലെങ്കിൽ ഉള്ളിയുടെ വെള്ളം കൂടി ആവുമ്പോഴേ ഇത് വെന്ത് പോവും. മൂത്തമ്മായി മൂത്ത ഇടട്ടെ? കരിഞ്ഞു. ഇടാം, ഉള്ളി ഇടാം. പൊള്ളല്ലേ? ഞാൻ എന്തിനാ എങ്ങനെ ഇട്ടെന്നറിയോ? അടി കിടക്കണ കുറച്ചുകൂടെ മൂക്കിട്ടു. എന്റെ ബുദ്ധി വായിക്കണ്ട. ഇപ്പൊ എനിക്ക് ബുദ്ധിയുണ്ടോ? ഇപ്പൊ കുറേശ്ശെ വരുന്നുണ്ട്. എന്റെ കൂടെ അല്ലേ താമസം, അത് കാരണം കുറേശ്ശെ വരുന്നുണ്ട് അമ്മായിക്ക്. എന്റെ അമ്മയെ ആ ബുദ്ധി ഇല്ലാതാക്കാൻ തുടങ്ങിയ കൈയിടാൻ മടിച്ചിട്ട് അമ്മായി, മനസ്സിലായ? കയ്യിലെടുത്തിരുന്ന ഈ പണി വരൂലായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇത്രയും വേണം. ഉള്ളിക്ക് എന്തായാലും വേണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഭയങ്കര ബുദ്ധിയല്ലേ, തല നിറയ ബുദ്ധി. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മായി? ഇനി നമ്മള് എന്തിടും? മസാല ഇടും. നോ. പിന്നെ നോ. ബീഫ് ഇടും. നോ. പിന്നെന്താ ഇടും? പറ. ഞാൻ നോക്കിട്ട് ഇവിടെ പിന്നെ വേറെ ഒന്നും കണ്ടില്ല. അതല്ലേ ഇടണേ? പിന്നെ ഇനിയും കറിവേപ്പില ഇടൂ. കറക്റ്റ്. ഇനി ഇത്രയും നേരം നമ്മുടെ കറിവേപ്പില എന്ത് കറിവേപ്പിലായിരുന്നു? പച്ച കറിവേപ്പില. ഇനി മൂത്ത കറിവേപ്പില വേണ്ടേ? എണ്ണയ്ക്കകത്തിട്ട് വഴണ്ടി മൂത്ത കറിവേപ്പില വേണ്ടേ? മാള് വരാറായ? 12 മണി. ഗൗളിയാത്രക്കരിക്ക്. ഗൗളിയാത്രക്കരിക്ക്. ഇങ്ങനത്തെ മഞ്ഞയുണ്ട്, ചുവപ്പ് കളറില് ഇങ്ങനത്തെ. കരിക്കല്ലേ ഉദ്ദേശിച്ചത്? അതിനെന്താ ജൗളി യാത്ര? ഗൗളി. ഇത് കരിക്കല്ല, ഈന്തപ്പഴം ഉണങ്ങിയത്. ഈന്തപ്പഴം അതിലുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞ ഈന്തപ്പഴം ഇല്ലേ, അതെനിക്കിഷ്ടല്ല. പക്ഷെ ഇത് എത്ര നാല് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. ആ ടേസ്റ്റ് അല്ലേ? ഇത് കുറച്ചുകൂടെ നോക്കുമ്പോഴേക്കും ആ ചുവപ്പ് കളർ വരണം. ചുവപ്പ് കളറില് വേറെ ഉണ്ട്. ഇത് മഞ്ഞ ഈന്തപ്പഴം. ഇപ്പൊ നമ്മള് മഞ്ഞ റംബൂട്ടാൻ, ചുമപ്പ് റംബൂട്ടാൻ എന്ന് പറയത്തില്ലേ, അതേപോലെ ഇത് മഞ്ഞ ഈന്തപ്പഴം, മറ്റേത് ചുമപ്പ് ഈന്തപ്പഴം. ഞാൻ ഒരെണ്ണം തീരുന്നതിന് മുന്നേ എടുത്തു വെച്ച് കഴിഞ്ഞ്. നല്ല മധുരമുണ്ട്. ചിലത് ഭയങ്കരമായിട്ട് കമർപ്പ് വരും. അത് മറ്റേ ആ ചുവപ്പില്ല. എന്നിട്ട് നമുക്കത് തൊണ്ടേന്ന് ഇറങ്ങാൻ ഇത്തിരി തൊണ്ട കാറിക്കും. പക്ഷെ ഇത് നല്ല ടേസ്റ്റ്. ആളിനും കൂടെ ഒച്ച ചെയ്യണം. അവള് വിളിച്ചില്ലല്ലോ അമ്മായി? എന്താ അല്ലേ, പിള്ളേർക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട, പിന്നെ നമ്മളെ വീട്ടുകാരെ വേണ്ട.
നമുക്ക് വേറെ മസാലകളൊന്നുമില്ല അമ്മായി. മഞ്ഞപ്പൊടി പോലും ഇട്ടിട്ടില്ല. ഈ ഒരൊറ്റ മസാലയിലാണ് ഈ കളി മൊത്തം. ചേച്ചി എന്തോ എത്തിയല്ല. കിട്ടിയാ? കിട്ടി. ഏതാ കിട്ടിയത്? എനിക്ക് ഇലക്ട്രോണിക്സിനെ കിട്ടിയ. ഇലക്ട്രോണിക്സ് കിട്ടിയ? മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, റാങ്ക് അനുസരിച്ചായിരുന്നല്ലോ. സ്റ്റേറ്റ് റാങ്ക് എനിക്ക് 400 സംതിങ് ഉണ്ട്. പോയുടനെ കിട്ടി. മാളു, ഈ കറി കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നണ്ടെന്ന് പറയണേ. എവിടെയെങ്കിലും വലിച്ചെടുക്കാതാ. ഇത് കരൾ എന്തേലും കരളല്ലോ. കരളില്ല. എടുത്തു വെച്ചേ. കൈ പൊള്ളിയാ. ഇപ്പൊ ഞാൻ അമ്മായിനെ കുറ്റം പറഞ്ഞേ ഉള്ളൂ. കൈ ഇങ്ങനെ പൊള്ളിച്ചു കടന്നോളാന്ന് പറഞ്ഞോട്. ഇതെന്തുവാ? ബീഫാണ്. പക്ഷെ അത് എവിടെയെങ്കിലുവേ ഇതിനു മുന്നേ നീ കണ്ടിട്ടോ കഴിച്ചതായിട്ടോ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടാ? കണ്ടതായിട്ട് ഓർമ്മ വരുന്നു. കഴിച്ചതായിട്ട് ഓർമ്മയില്ല. കുരുമുളക് മാത്രം ഇട്ടിട്ട് നമ്മളെപ്പോ വെച്ചില്ലേ? കുരുമുളക് മാത്രം ഇട്ടിട്ട് നമ്മള് ബീഫ് ഉണ്ടാക്കിയില്ലേ? ബീഫാണോ ചിക്കനാണോ മട്ടനാണോ? മട്ടനാണ്. അത് എന്ത് മട്ടനാണെന്ന് പറ. അതിനൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അത് ഇടുമ്പോ എന്റെ മൂട്ടില് മണ്ണ് നോക്കണം. മൊത്തം വീണാ? തോന്നില്ലേ? ഇളക്കിയാരെ ഓർമ്മ വന്നില്ല? വെറൈറ്റി പേരാണ്, അതാണ് ഇങ്ങനെ ചോദിക്കണേ. വെറൈറ്റി പേരല്ല. നീ ഒരു പ്രാവശ്യം ഈ കറി കഴിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. ഓർമ്മ വന്നതേ ഇല്ല? കഴിക്കുമ്പോ ഓർമ്മ ചോദിക്കും, കാരണം ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഇത് കണ്ടിട്ട് ഓർമ്മ വന്നില്ല? കറിവേപ്പില. ഞാൻ കൊറേ കറിവേപ്പില എടുത്തിട്ടല്ലേ അവിടെ നിന്നിട്ട്. അവിടെ നിന്നിട്ടല്ല, കറിവേപ്പില മട്ടൻ. ഓർമ്മയുണ്ടാ? എന്റെ പൊന്നമ്മായി ഓർമ്മയില്ലെന്ന്. ഓർമ്മയില്ലെന്ന്. തിന്നതും ഓർമ്മയില്ലേ? ഞങ്ങൾ 2 സ്നാക്സും കഴിച്ചു കഴിഞ്ഞു മാളു. ഇത് നിനക്ക് ഫുഡ് മാത്രമേ. അമ്മായി കുറച്ച് ഈന്തപ്പഴം നിനക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മായിക്ക് മാത്രം സ്നേഹമുള്ളൂ. എരിവുണ്ട? അയ്യോ എരിവില്ല. ശ്യാമളത് പറഞ്ഞെന്നു ചോദിക്കണ്ടേന്ന് രണ്ടും ഓർത്തില്ലാന്ന്. നിന്റെ പൊളിയാ. പോയി വെള്ളം നനക്കി. അതെന്തെന്നറിയാവോ? ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചി ഇത് പിടിച്ചപ്പോ എന്റെ കൈ കൊണ്ട് താന്നു പോയി. നല്ല പുള്ളിയാ. മനപ്പൊരുത്തം നല്ല പുള്ളിയാന്ന്. ഇല്ലേ? ചൂടുണ്ട് നല്ല. ചൂടുണ്ട് നല്ല. അതല്ലേ പൊള്ളണേ. ഞാൻ പന്തം കത്തിയപ്പോഴാണ് ഞാൻ എടുത്തത്. ചൂട് പറയുമ്പോഴായിരിക്കും പൊള്ളണേന്ന്. അയ്യോ. ബൈ, നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം. പിന്നെ ആ കൊണ്ടുവന്ന ഈന്തപ്പഴം ഞാൻ മാത്രം കഴിക്കും. നീ മാത്രം ഇരുന്ന് കഴിച്ചോ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല. അതല്ല, ഇനി നമ്മക്കും കൂടെ കഴിക്കാൻ ഇല്ല. അതില് നിനക്ക് മാത്രമേ. അതെ, നിനക്ക് മാത്രം അമ്മ എടുത്തു വെച്ചതാ. നിങ്ങള് കഴിച്ചു, നല്ലോണം കഴിച്ചു. നല്ല പുള്ളി. ബാമായി. എന്റെ ഈ പുള്ളിന് വഴക്ക് പറഞ്ഞാണ് കുറച്ച് മുമ്പ്. 3 പേരുടെ കൈ പുള്ളിയല്ലേ? സത്യം. വഴക്ക് പറഞ്ഞേ ഉള്ളു അമ്മയിനെ. പിച്ചിട്ടോ ഇങ്ങനെ ഇടാനാ? നിനക്ക് പറ്റിയ എളുപ്പപ്പണി. ഫുള്ളിറണോ? പോരെ. അമ്മായി ഉറങ്ങിയാ? വിളിച്ചോട്ടാ. ഒരു ടേബിൾ സെറ്റ് ചെയ്തു. ഓക്കെ. എടുത്തോ മാളു. എന്നാ ചെറിയ ഒട്ടുന്ന ഇതിനും കുഴപ്പമോ? കുഴപ്പമോ?
ഗ്രേവി നീ നോക്കണ്ട, ഗ്രേവി അതാ വായിക്കണ്ടിരിക്കണേ. ഗ്രേവി ഇല്ല. ചൂടുണ്ട്. മതി. ഇടുന്നതിന് മുന്നേ മതി പറഞ്ഞേ. കോയമ്പേ മതി. എല്ല് കിട്ടുകയാണെങ്കിൽ എനിക്ക്, നെയ്യ് കിട്ടുകയാണെങ്കിൽ എനിക്ക്. ഇതിലുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ. ഉണ്ടായിരുന്നു. ഞാൻ പിരിക്കി നോക്കി, എല്ലൊന്നും ഇല്ല ഇതിന്റെ. ആ എന്നാ ഉണ്ടോ? അയ്യോ അതില്ല. ശരിക്കും അങ്ങനത്തെ സാധനം ഉണ്ടോ? തന്നേലുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഉണ്ട്. അല്ലാണ്ട് എടുക്കാൻ പറ്റും. കുറച്ചപ്പോ അതിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഹലോ, കണ്ടതുപോലെ അല്ല. ഞാൻ നോക്കട്ടെ. മട്ടൻ കറിവേപ്പിലയാണോ നല്ലത്, ബീഫ് കറിവേപ്പിലയാണോ നല്ലത്? കൊള്ളാം. എനിക്ക് മട്ടൺ ഇഷ്ടം. നീ സരിതേര കാലിന്റെ അടുത്തൊന്നും ചെന്ന് കയറില്ല, അവള് ഇടന്ന് വിളിക്കും ഇപ്പം. എനിക്ക് ബീഫിനേക്കാൾ ഇഷ്ടപ്പെട്ടത് മട്ടൻ കറിവേപ്പില. നിനക്ക് ബീഫ്. എനിക്കതിൽ മട്ടനോട് താല്പര്യമില്ലല്ലോ. കറിവേപ്പില ഒന്നും കളയരുത്, കഴിച്ചോണം. മുടിക്ക് നല്ലയാ അല്ലേ? ആണാണ് കേട്ടാ. അമ്മായിനോടാ പറഞ്ഞത്. മാളൂനെ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്, അവളിപ്പൊന്നും കളയില്ല. കഴിച്ചു. ഇവിടെ മാറ്റിയിട്ടിരിക്കുന്നു, അല്ല ഞാൻ ഇപ്പൊ അതുകൊണ്ട് എടുത്ത്. അല്ല മാളു, നീ ഇന്ന് കോളേജിൽ അഡ്മിഷന് പോയതല്ലേ? അത് നിനക്ക് കുറച്ച് വൃത്തിയും മെനയായിട്ടൊക്കെ പോയിക്കൂടായിരുന്ന? നീ ഇങ്ങനെ ആമ്പിള്ളാര് പോകുമ്പോ പോലെ ഒരു പൊട്ടും ഇല്ല. പൊട്ടുണ്ട് അമ്മായി, കണ്ണൂർ നോക്ക്, നെറ്റില് പൊട്ടുണ്ട്. പിന്നെ നെറ്റില് പൊട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണമായിരുന്നല്ലേ? എരിവും ഉണ്ട് പാകത്തിന്. ഓണല്ല, എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും മട്ടന്റെ ടേസ്റ്റ് എനിക്ക് മട്ടൻ ഇഷ്ടമല്ല. ബീഫും എരിവ് കൂട്ടി വെക്കാതെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ആണല്ലേ? കൂട്ടി വെക്കാണ്ടിരുന്ന വെക്കാതെ ഇഷ്ടപ്പെടില്ല. ചിക്കൻ കുഴപ്പമില്ല, എങ്ങനെയായാലും ഇതൊരു എരിവുണ്ടല്ലോ, അതൊന്നും ഇഷ്ടപ്പെട്ടു. ചൂട് കട്ടൻ ഒരു അരം തന്നെ. ഇഷ്ടടാ, ഇത്തിരി ഗ്രേവി വേണമായിരുന്നു. സത്യം.